നമസ്കാരം. പ്രധാന വാർത്തകൾ. നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണമില്ല. ഭാര്യയുടെ ഹർജി തള്ളി. അന്വേഷണ സംഘം ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്നാരോപിച്ച് നൽകിയ ഹർജി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത്. കേസിന്റെ വിചാരണ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ആരംഭിക്കും. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയ തരത്തിലാണ് തുടക്കം മുതൽ അന്വേഷണ സംഘം നീങ്ങിയതെന്നും പക്ഷപാതപരമായ അന്വേഷണമാണ് നടത്തിയതെന്നുമായിരുന്നു തുടരന്വേഷണം ആവശ്യപ്പെട്ട മഞ്ജുഷ നൽകിയ ഹർജിയിൽ പറഞ്ഞത്. പ്രധാനമന്ത്രി ജപ്പാനിൽ, ലക്ഷ്യം അമേരിക്കയുടെ പിഴച്ചുങ്കത്തെ നേരിടൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 7 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ജപ്പാൻ സന്ദർശനമാണിത്. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയിലുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ച. അമേരിക്കയുടെ പിഴച്ചുങ്കത്തെ നേരിടുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ത്യ ജപ്പാനുമായുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാക്കുന്നത്. തിരുവനന്തപുരത്ത് അതീവ സുരക്ഷാ മേഖലയിൽ വ്യാജ ആധാറുമായി ജോലിക്കെത്തിയത് ബംഗ്ലാദേശി. കൈയോടെ പിടികൂടി പോലീസ്. പ്രണോയ് റോയ് എന്ന 29-കാരനാണ് പേട്ട പോലീസിന്റെ പിടിയിലായത്. ബ്രഹ്മോസ് എയറോസ്പേസിന് സമീപം നിർമ്മാണ പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്തയാളുടെ ജോലിക്കാരനായി എത്തിയതായിരുന്നു ഇയാൾ. കൂട്ടത്തിലുണ്ടായിരുന്നവർ ഇയാൾ ഇന്ത്യൻ പൗരനല്ലെന്ന് തിരിച്ചറിഞ്ഞ വിവരം സെക്യൂരിറ്റി ജീവനക്കാരനെയും പിന്നീട് പോലീസിനെയും അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും ബംഗ്ലാദേശ് പാസ്പോർട്ടും വ്യാജ ഇന്ത്യൻ ആധാർ കാർഡും കണ്ടെത്തി. ഇതിന് പിന്നാലെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ബസ് മറിഞ്ഞ അപകടം, 10 പേർക്ക് പരിക്ക്. തൃശൂരിൽ ബസ് മറിഞ്ഞ യാത്രക്കാർക്ക് പരിക്ക്. പുറ്റേക്കരയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ 10 പേർക്കാണ് പരിക്കേറ്റത്. മരത്തിലും കാറിലും ഇടിച്ച ശേഷമാണ് ബസ് മറിഞ്ഞത്. നട റോഡിന് കുറുകെയാണ് ബസ് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. ബസ് മാറ്റാനുള്ള ശ്രമം നിലവിൽ തുടരുകയാണ്. തൃശൂർ കുന്നംകുളം റോഡിൽ സർവീസ് നടത്തുന്ന ജീസസ് ബസ്സാണ് മറിഞ്ഞത്. കോഴിക്കോട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിൽ ട്വിസ്റ്റ്. പെൺസുഹൃത്ത് കസ്റ്റഡിയിൽ. നടക്കാവ് ജവഹർ നഗറിന് സമീപം പുലർച്ചെ 1 മണിയോടെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺസുഹൃത്ത് കസ്റ്റഡിയിൽ. വയനാട് പടിഞ്ഞാറേത്തറ സ്വദേശി റമീസിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയ യുവാവിനെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കക്കാടംപൊയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ഒറ്റപ്പെട്ട വീട്ടിൽ നിന്നാണ് റമീസിനെ പോലീസ് കണ്ടെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട പെൺസുഹൃത്ത് ഉൾപ്പെടെ 9 പേർ പോലീസിന്റെ പിടിയിലായി. തട്ടിക്കൊണ്ടുപോയ 4-അംഗ സംഘവും ഇവർക്ക് സഹായങ്ങൾ നൽകിയ 4 പേരുമാണ് പോലീസിന്റെ പിടിയിലായ മറ്റുള്ളവർ. ചാനൽ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. റിപ്പോർട്ടർ ടിവിയുടെ തൃശൂർ ബ്യൂറോയ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, തൃശൂർ അസംബ്ലി പ്രസിഡന്റ് കെ സുമേഷ്, വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് സൗരാഗ്, നിഖിൽ ദേവ്, അമൽ ജെയിംസ് എന്നിവരാണ് ഓഫീസ് ആക്രമിച്ചത്. മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ ബ്യൂറോയിലെ കാറിന് മുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി നാട്ടുകയും ഓഫീസിലെ വാതിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തു. വാതിലിൽ റിപ്പോർട്ടർ ചാനലിനെ അധിക്ഷേപിക്കുന്ന നോട്ടീസും നേതാക്കൾ പതിച്ചു. സംഭവത്തിൽ റിപ്പോർട്ടർ ടിവി അധികൃതർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്നും ആവശ്യപ്പെട്ടു. ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. പാലക്കാട് അഗളി IHRD കോളേജിലാണ് സംഭവം. 22 വയസ്സുകാരനായ ജീവിയാണ് മരിച്ചത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ വടംവലി മത്സരത്തിന് ശേഷം വിദ്യാർത്ഥി കുഴഞ്ഞു വീഴുകയായിരുന്നു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം നീക്കി. ഇന്നു മുതൽ വാഹനങ്ങൾ കയറ്റിവിടും. ഇന്നു മുതൽ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കയറ്റിവിടുമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ചരക്കുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക ക്രമീകരണം ഒരുക്കും. ഇരുവശങ്ങളിൽ നിന്നും ഒരേ സമയം ചരക്ക് വാഹനങ്ങൾ അനുവദിക്കില്ല. ഒരേ സമയം ഒരു വശത്തു നിന്ന് മാത്രം ചരക്ക് വാഹനങ്ങൾക്ക് അനുവാദം നൽകുകയുള്ളൂ. ഹെയർപിൻ വളവുകളിൽ സ്ലോട്ട് തീരുമാനിക്കും. മണ്ണിടിച്ചിലുണ്ടായ 9-ാം വളവിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ചുരത്തിൽ നിരീക്ഷണം തുടരും. കൂടാതെ കോഴിക്കോട് നിന്നും റഡാറുകൾ എത്തിച്ച് പരിശോധിക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. സ്വകാര്യ ബസിലെ ഡ്രൈവർ കോഴിക്കോട് ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ. ബാലുശ്ശേരി കോളനിമുക്ക് സ്വദേശി പ്രമോദാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. കല്ലനോട് ടൗണിലെ ലോഡ്ജ് മുറിയിൽ നിന്നാണ് പ്രമോദിന്റെ മൃതദേഹം ലഭിച്ചത്. കോഴിക്കോട് കൂരാച്ചുണ്ട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിലെ ഡ്രൈവറാണ് പ്രമോദ്.
തകർന്നടിഞ്ഞ രൂപ, പ്രവാസികൾക്ക് നേട്ടം, വിദേശ വിദ്യാർത്ഥികൾക്ക് വൻ നഷ്ടം. ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിൽ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 88.29 അമേരിക്ക ഇന്ത്യക്കുമേൽ ചുമത്തിയ 50% ഇറക്കുമതി തീരുവയെ തുടർന്ന് വിപണിയിൽ രൂപപ്പെട്ട ആശങ്കകളാണ് മൂല്യത്തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. എണ്ണ കമ്പനികളിൽ നിന്ന് ഡോളറിന് ഡിമാൻഡ് കൂടിയതും മൂല്യമിടിയാൻ കാരണമായി. ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപം കൊഴിയുന്നതും രൂപയുടെ മൂല്യമിടിയാൻ കാരണമായി. ട്രംപിന്റെ തീരുവ രാജ്യാന്തര വ്യാപാര രംഗത്ത് ഇന്ത്യക്ക് കോട്ടം തട്ടുമെന്ന വിലയിരുത്തൽ ശക്തമാണ്. ചൈനീസ് യുവാന് രൂപയ്ക്ക് മേൽ കൂടുതൽ കരുത്ത് പ്രാപിച്ചു. യുവാനെതിരെയും രൂപയുടെ മൂല്യം ഇന്ന് 12.33 എന്ന റെക്കോർഡ് താഴ്ചയിലാണുള്ളത്. രൂപയുടെ തകർച്ച മൂലം ക്രൂഡ് ഓയിൽ, സ്വർണം, ഇലക്ട്രോണിക്സ്, അസംസ്കൃത വസ്തുക്കൾ തുടങ്ങി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം കൂടുതൽ വില നൽകേണ്ടി വരും.